സ്റ്റുഡൻസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ നോൺ പ്രോഫിറ്റിൻ്റെ ഇല്ലുസ്ട്രേഷൻ 22 അഥവാ നമ്മുടെ ക്ലാസ്സിൽ തന്ന നോട്ടിൽ DP10 ആയിരിക്കും. ഇത് ഒരു രസമുള്ള ക്വസ്റ്റ്യനാണ്. സംഗതി ഇങ്ങനെയാണ്: ഒരു റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തന്നു, അതേപോലെ എന്തും തന്നു, താഴത്തൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തന്നു. അപ്പോൾ ഈ കാണുന്നത് റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്, ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞു, ഓപ്പണിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഓഫ് എ ക്ലബ് ആസ് ഓൺ 31st December 2022 ആൻഡ് ഏതാണ് 2023. അപ്പോൾ ഇവിടെ 2 ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയാൽ മതി. സത്യത്തിൽ സിമ്പിളാണ്, പക്ഷേ നമ്മളൊരു കമ്പാരിസൺ ചെയ്യണം. എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഏത് ബേസാണ്? ക്യാഷ് ബേസിസാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഏത് ബേസാണ്? അക്രൂവൽ ബേസാണ്. അതൊന്നും മൈൻഡിൽ വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും കമ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഭയങ്കര വെറൈറ്റി ക്വസ്റ്റ്യനാണ്, സൂപ്പറാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് 2 ബാലൻസ് ഷീറ്റുകൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇത് നമ്മൾ സ്കെയിലൊക്കെ എടുത്ത് വൃത്തി വരയ്ക്കാം. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റാണെന്ന് വിചാരിച്ചോളൂ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ എൻ്റെ കൂടെ വരച്ചോട്ടെ പെട്ടെന്ന്. ഓക്കെ, വെറുതെ വീഡിയോ ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒന്നും മനസ്സിലാവില്ലേ. കറക്റ്റ് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, വരച്ച് തന്നെ നോക്കണം. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ വരച്ച് പൊക്കും. ഞാൻ കുറച്ച് സ്പീഡ് കൂടിയാൽ നിങ്ങൾക്ക് ഈസിയാണ്. ക്ലാസ്സിലാണെങ്കിൽ ഇപ്പോൾ സ്പീഡ് കൂടി എന്നുള്ള പ്രയാസം ഉണ്ടാവും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ സൗകര്യം പോലെ എന്ത് ചെയ്യാം, പോസ് ചെയ്ത് നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാം. ഓക്കെ, സ്കെയിൽ മതി. ദെൻ എഴുതാം. ഇവിടെ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December. ഇവിടെ ഡിസംബറാണ് ഇയർ ഉണ്ട്, അതൊരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, 31st December 2022. ഇവിടെ ലാബിലിറ്റീസ്, ഇവിടെ അസറ്റ്. ഇവിടെയും ബാലൻസ് ഷീറ്റ് ആസ് ഓൺ. ഇവിടെ BS എന്നൊക്കെ ഷോർട്ട് എഴുതുന്നൊന്നും എന്തല്ല, അപ്രൂവ്ഡ് അല്ല, ഒന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതല്ല. ഓക്കെ, 2023. ഇവിടെ ലാബിലിറ്റി, പിന്നെ ഇവിടെ അസറ്റ്. ഓക്കെ, നമുക്ക് ഒരായിട്ട് എടുക്കാം. ആദ്യം ഓപ്പണിംഗ് റിസിപ്റ്റ്. ഞാൻ ചെയ്യുന്ന ഒരു കമ്പാരിസണാണ്. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഫസ്റ്റ് റിസിപ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് ഏതാ, ഓപ്പണിംഗ് ബാലൻസ്. അറിയാം, ഇത് ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് ആണ്, 4200. അത് ആദ്യം എഴുതി വരാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് 4200 ഇങ്ക് മാറ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് നോക്കൂ, സിമ്പിളാണ്. എൻട്രൻസ് ഫീസാണ്. എൻട്രൻസ് ഫീസ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2022 എൻട്രൻസ് ഫീസ് ഇക്കൊല്ലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെന്തായിരിക്കും? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എൻട്രൻസ് ഫീസ് ആയിരിക്കും. ഇതൊരു റിസീപ്റ്റ് സൈഡാണ്, റിസീപ്റ്റാണ്, അഥവാ എൻട്രൻസ് ഫീസ് എന്നുള്ള ഇൻകം കിട്ടാനുണ്ട്. ഇത് ഇൻകമായിട്ടാണോ ട്രീറ്റ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കാം. യെസ്, ഇവർ ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ രസം. പിന്നെ അപ്പോൾ ഈ ഓപ്പണിംഗ് 1000 രൂപ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ കൊണ്ടിട്ട് എഴുതി വരാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ പറഞ്ഞിട്ട് പോവാം. എൻട്രൻസ് ഫീസ് ഇവിടെ 10500 എങ്ങനെ വന്നിട്ടുണ്ടാവുക? 10500 എൻട്രൻസ് ഫീസ് എങ്ങനെ വന്നിട്ടുണ്ടാവുക? ഈ 10500 എൻട്രൻസ് ഫീസ് ഇവിടെ വരുന്നത് നോർമൽ കാൽക്കുലേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എൻട്രൻസ് ഫീസ് ആക്ച്വലി റിസീവ്ഡ്. ഓക്കെ അല്ലേ? ആക്ച്വൽ റിസീവ്ഡ് എത്രയാണ്? എൻട്രൻസ് ഫീസ് ആക്ച്വൽ റിസീവ്ഡ് എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? 1000 രൂപ കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലത്തെ 10ഉം കൂടെ ടോട്ടൽ എത്ര? അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ ആക്ച്വൽ റിസീവ്ഡ് എടുത്താൽ മതി. എത്ര? 10000. ഈ 1000 രൂപ കഴിഞ്ഞ കൊല്ലത്തെ ഓപ്പണിംഗ് കിട്ടാനുള്ളത് കിട്ടിയതല്ലേ. അപ്പോൾ ഇക്കൊല്ലത്തെ ആക്ച്വൽ റിസീപ്റ്റ് 10000. പിന്നെ എന്നിട്ട് ഇവിടെ
വന്ന എമൗണ്ട് എത്രയാണ്? 10,500. അപ്പോൾ ഒരു 500 രൂപ ഇവിടെ എന്തുണ്ട്? എന്തോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും. കണ്ടില്ലേ? അങ്ങനെയാണ് ഇവിടെ 10,500 എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എൻട്രൻസ് ഫീസ് അക്രൂവൽ ബേസാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെ. നമുക്കിനി എന്തൊക്കെ ചെയ്യാണ്ടെന്ന് വെച്ചാൽ, നമുക്കിവിടെ എഴുതാനുള്ളത് വളരെ എളുപ്പമാണ്. ഇവിടെ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എൻട്രൻസ് ഫീസ് എവിടെ എഴുതാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ക്ലോസിങ് 500 രൂപ എവിടെ എഴുതാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇത്രേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. നേരെ പോവാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞ് എത്ര എമൗണ്ട് എഴുതാം? ഔട്ട്സ്റ്റാൻഡിങ് എൻട്രൻസ് ഫീസ് ഓപ്പണിങ്ങിലെ എമൗണ്ട് എത്രയായിരുന്നു? 1000. ക്ലോസിങ്ങിൽ നേരെ ബാലൻസ് ഷീറ്റിൽ ആദ്യത്തെ ഐറ്റം തന്നെയാണ് ഇവിടെ. ക്ലോസിങ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് എൻട്രൻസ് ഫീസ്. ക്ലോസിങ് പ്രത്യേകിച്ച് എഴുതണമെന്നൊന്നുമില്ല, അത് നമ്മൾ കണ്ടെത്തിയതാട്ടോ, മിസ്സിങ് ഫിഗറായിട്ട് 500 രൂപ. ഓക്കെ, യെസ്. അപ്പോൾ അത് തീരുമാനമായി. ഇനി അടുത്തത് നമ്മുടെ മെയിൻ സാധനം, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 എടുക്കുന്നുണ്ട്. നമ്മളതിപ്പോൾ കൺഫ്യൂസ്ഡ് ആക്കും. കാരണം നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോഴേ അതിൻ്റെ ഇടയിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ ഇതേതാ? കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് ഇക്കൊല്ലം കിട്ടിയെന്ന് പറഞ്ഞാൽ അതേതാ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. പിന്നെ ഇത് ഇക്കൊല്ലം നമുക്ക് കിട്ടിയ എമൗണ്ട്, ഇക്കൊല്ലത്തെ എമൗണ്ട്. ദെൻ അടുത്തത് ഇവിടെ സബ്സ്ക്രിപ്ഷൻ 2023 എമൗണ്ട് ഇക്കൊല്ലം. ഇപ്പം നമ്മളുള്ളത് നിങ്ങൾ മനസ്സിലാവുമല്ലോ, 23 നമ്മൾ ഉള്ളത് 23 തന്നെ. ഓക്കെ. അപ്പോൾ ഇവിടെ അവർ തരേണ്ടത്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 23 ആവില്ല, 2024 ആക്കണേ. ഓക്കെ. അപ്പോഴിത് എന്താവുള്ളൂ? ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആവുള്ളൂ. ഓക്കെ. നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ, ഇതിൽ ഞാൻ ഈ എഴുതുന്നൊക്കെ എഴുതി വെച്ചിട്ട് പോസ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പോൾ ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 400 രൂപ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഐറ്റംസ് ഉള്ളത്. ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട്. സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണിച്ചുള്ള ഏതാണ്? 15,600. ഓക്കെ. അപ്പോൾ ഞാൻ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ നമുക്കൊരു അക്കൗണ്ടിൽ വരച്ച പരിപാടി തീരും. നമുക്ക് എന്ത് ചെയ്യാം? ഒരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് വരയ്ക്കാം. ഇതൊരു വർക്കിംഗ് നോട്ടാണ്, പക്ഷെ ഇവിടെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് വരച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട്, അതിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യും. ടു ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. എത്ര ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ? 600 രൂപ. ഓക്കെ, സോറി, 600 രൂപ. യാ. ദെൻ അടുത്തത് ബൈ ഏതാ? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലേ? ഇല്ല. യാ, നമുക്ക് കണ്ടെത്തണം. ഓക്കെ. ദെൻ അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുമ്പോൾ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട് അപ് ടു സബ്സ്ക്രിപ്ഷൻ. അങ്ങനെ ഇപ്രാവശ്യം എത്ര മൊത്തം റിസീവ് ചെയ്തിട്ടുണ്ട്? 5,600 + 400 ടോട്ടൽ എഴുതണം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ മൊത്തം റിസീവ് ചെയ്തത് അത് 2022 എമൗണ്ട് 600 രൂപ, 2024 എമൗണ്ട് 15,000 രൂപ. ഇത് 2024 ആവില്ല, എന്തൊക്കെ ക്വസ്റ്റ്യൻ ഇവർ മാറ്റുമ്പോഴേ. ഇത് 2023. ഇവർ ഫസ്റ്റ് ഓരോ വർഷം എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ മാറ്റുമ്പോൾ എന്ത് ചെയ്യും വെച്ചിട്ടാ, ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും മാറ്റില്ല, ഇങ്ങനെ മുകളിലുള്ളതൊക്കെ മാറ്റും. എന്ത് പ്രഹസനമാണ് സാർ. ഓക്കെ. 2023 എമൗണ്ട്. അപ്പോൾ മൊത്തം ഇക്കൊല്ലം കിട്ടിയ എമൗണ്ട് എത്ര? 600 + 15,000 + 400 എത്ര വരും? 16,000. 16,000 രൂപ ക്യാഷ് റിസീവ് ചെയ്യും. ഓക്കെ. അതിൽ 400 ഏതാണ്? ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും ബൈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതേതാ? ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് ക്വസ്റ്റ്യനിലില്ല. 2 ഏതുണ്ട്? ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതൊക്കെ ഇങ്ങനെ എന്താ എഴുതുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇതിനായിട്ട് തന്നെ നമ്മൾ കുറേ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ച് സെറ്റായ ആൾക്ക് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ക്ലോസിങ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഇവിടെ എഴുതണം. എത്ര എമൗണ്ട് വരുന്ന അറിയോ? 400 രൂപ അല്ലേ? ഇത് അവിടുത്തെ ഈ എമൗണ്ട്. ഇത്രയും കഴിഞ്ഞാൽ
അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കൊടുത്ത എമൗണ്ട് 15,600. അത് ഇവിടെയാണ് എഴുതുക. ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 15,600. അപ്പോൾ സാധാരണ ഈ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? ഈ സാധനമാണ് കണ്ടെത്തുക. അഥവാ എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ട എമൗണ്ടാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഏത് കണ്ടെത്താനാണ് ഇതൊക്കെ തന്നിട്ടുള്ളത്? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ഇത് കണ്ടെത്താണ്. ബാലൻസ് വേറെ ഇതാ വരും. അപ്പോൾ 600 പ്ലസ് 15,600 പ്ലസ് 400 അങ്ങനെ ടോട്ടൽ 16,600 വരും. 16,600 മൈനസ് 16,000. അപ്പോൾ 600 രൂപ എന്തുണ്ടെന്ന് മനസ്സിലായി? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിനി എഴുതാൻ പോകുന്നത് ഇതിലെ അസറ്റും ലയബിലിറ്റി മാത്രം നമുക്ക് മതി. ബിക്കോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് മാത്രമല്ലേ. അപ്പോൾ അത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എഴുതണം, പിന്നെ ക്ലോസിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എഴുതണം, പിന്നെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എഴുതണം. അപ്പോൾ ഈ 3 ഐറ്റം നമ്മളിപ്പോൾ എഴുതാൻ പോവാണ്. നമുക്ക് ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ 600 എഴുതാം. ദെൻ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എഴുതാനില്ല. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എത്രയാണ് പറഞ്ഞത്? 600. അത് നമ്മൾ കണ്ടെത്തി അക്കൗണ്ട് ഉപയോഗിച്ചിട്ട്. വേണമെങ്കിൽ വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് എന്ത് ചെയ്യാം? കോട്ട് ചെയ്യാം. പിന്നെ ലയബിലിറ്റിയിൽ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും കൂടെ എമൗണ്ട് എഴുതാണ്ട്. ക്ലോസിംഗ് എത്രയാണ്? 400. പിന്നെ നമുക്കറിയാം ഇതിൽ നമുക്ക് എഴുതേണ്ട സാധനം ഏതൊക്കെയാണ്? ക്യാഷ് 16,000 എന്ത് ചെയ്യണം? റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ എഴുതണം. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമോ സാറ് 16,000 ഇല്ലല്ലോ? ഉണ്ട്. 600 പിന്നെ 15 പിന്നെ 400 അങ്ങനെ വേറെ തന്നിട്ടുള്ളൂ. ദാറ്റ്സ് ഓൾ. പിന്നെ അതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 15,600 എഴുതണം. അതൊക്കെ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര? 3,000 രൂപ. ഇത് ആക്ച്വലി റിസീവ് ചെയ്തതാണ് 3,000. പക്ഷേ ഇൻകത്തിൽ കാണിച്ച എമൗണ്ട് 4,000 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 4,000 എങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവാം? ആക്ച്വൽ റിസീവ് ചെയ്ത 3,000 ആഡ് എന്തെഴുതിയിട്ടുണ്ടാവും? അക്രൂഡ് 1,000. അങ്ങനെയാണ് എന്ത് വന്നിട്ടുണ്ടാവുക? 4,000 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് 1,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് എന്താണ്? അക്രൂഡ് ഉണ്ട്. അതൊരു അസറ്റാണ്. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ പോയിട്ട് അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതാം. ഇതാ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 4,000 നിന്ന് എത്ര ലെസ് ചെയ്യാം? 3,000 ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതാം, 1,000 രൂപ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ അടുത്തതായി അപ്പോൾ നമ്മൾ ഏത് കഴിഞ്ഞു? റിസീപ്റ്റ് സൈഡ് കഴിഞ്ഞിരിക്കുക. ഈ പേയ്മെൻറ്റിൽ ഫസ്റ്റ് ആയിട്ട് ഏതാണ്? മാനേജറുടെ സാലറി ഉണ്ട് 1,000 രൂപ. അത് ആക്ച്വലി കൊടുത്തത് 1,000 പക്ഷേ ഇവിടെ എഴുതിയിട്ടുള്ളത് 1,500. അപ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ആക്ച്വലി പെയ്ഡുള്ള 1,000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എത്രയാണ്? 500 കൂടെയാണ് ഏത് വന്നിട്ടുണ്ടാവുക? 1,500 വന്നിട്ടുണ്ടാവുക. അപ്പോൾ ദർ ഈസ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. നേരെ കൊണ്ടുപോകാം ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ, ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 500. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം. ഇനി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കഴിഞ്ഞു. അടുത്ത പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയാണ്. 2,600 കാണിക്കുന്നത് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. എന്നാൽ ഇവിടെ ഉള്ളത് എത്രയുള്ളത്? 2,400. അതിൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, 400 രൂപ ഏതാണ്? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറയുന്നു. 2,400. ഓക്കെ, 2,400 അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ 2,600 വരുന്നുണ്ട്. ഞാനൊരു ക്ലാരിറ്റി തരാം. അതിന് ഞാൻ വേറെ തന്നെ താഴ്ത്തി വരച്ച് തരാം. ഇതിപ്പോൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണെന്ന് വിചാരിക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡ് എടുക്കാം. അവിടെ ക്വസ്റ്റ്യനിൽ തന്നത് ഇങ്ങനെയാണ്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി എമൗണ്ട് ഉള്ളത് 2,000. എന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ആഡ് ഏതാണ്? അക്രൂഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 400. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ 400 രൂപ നമുക്ക് എന്ത് ചെയ്യാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. എന്ത് പറഞ്ഞ്? ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഷോർട്ടാക്കുന്നു 400 രൂപ. ഓക്കെ, അതിൽ സംശയമില്ല. ഇനി അടുത്ത ടിസ്റ്റ്, അവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ പേയ്മെൻറ്റ് സൈഡിൽ ആക്ച്വൽ കൊടുത്ത എമൗണ്ട് ആയിട്ട് കൊടുത്തുള്ളത് എത്രയാണ്? 2,600 ആണ്.
അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഇവിടെ 2400 പക്ഷെ അവിടെ 2600 അപ്പോൾ ശരിക്കും ഈ 2000 ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഞാൻ അതിൻ്റെ എഴുത്തൊന്ന് മാറ്റിത്തരാം, വെറൈറ്റി ആക്കി തരാം. ശ്രദ്ധിച്ചോട്ടാ, അതൊന്ന് റീറൈറ്റ് ചെയ്യണം. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പെയ്ഡ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പെയ്ഡ്. ശരിക്കും പേയ്മെൻറ്റ് നടത്തിയത് എത്രയാണ്? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് നോക്കിയാൽ കിട്ടും 2600. ഓക്കെ, ദെൻ ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത് ഏത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും? ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 400. അപ്പോൾ ഇത് ആഡ് ചെയ്താൽ ശരിക്കും എത്ര വരേണ്ടത്? 2600 പ്ലസ് 3000 അല്ല വരേണ്ടത്? 3000 അല്ലേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരേണ്ടത്. പക്ഷെ അവർ എത്ര കാണിച്ചുള്ളത്? 2600 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് 2400 വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഒരു 600 രൂപ കൂട്ടണോ കുറയ്ക്കണോ? കുറയ്ക്കണം. ഈ 600 എന്തായിരിക്കും? ആഡ് ചെയ്യുന്നത് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ലെസ് ചെയ്യുന്ന ഐറ്റം ഏതായിരിക്കും? ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ്. എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? സൂപ്പർ സാധനം. ഒരു വർക്കിംഗ് നോട്ടായിട്ട് തന്നെ എഴുതി വെച്ചാളേ കേട്ടോ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഇനി ഡയറക്റ്റ് നോക്കും. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പെയ്ഡ് 2600, ആഡ് ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ് 400, ലെസ് ഓപ്പണിങ് ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനെയാണ് 2400 വന്നത്. ഈ പെയ്ഡ് എമൗണ്ടാണ് എവിടെ കാണിച്ചുള്ളത്? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ളത്. ഈ എമൗണ്ടാണ് അവർ എവിടെ കാണിച്ചിട്ടുള്ളത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഈ 400 അവർ എവിടെ കാണിച്ചിട്ടുണ്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഈ 600 നമ്മൾ അതിവിദഗ്ധമായിട്ട് കണ്ടെത്തിയതാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്കിപ്പോൾ വേണ്ടത് ഏതാണ്? അസറ്റും ലയബിലിറ്റി ഏതാണ്? ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ്റെ ക്ലോസിംഗ് ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്. അത് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഓക്കെ, അപ്പോൾ നേരെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അല്ല, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 400 ഇവിടെ എഴുതി. ഇനി നേരെ മുകളിൽ കൊണ്ടുപോയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അത് ഓപ്പണിങ്ങിൽ എത്രയാണ് നമ്മൾ കണ്ടെത്തിയത്? 600. ഇതെങ്ങനെ കണ്ടെത്തി വെച്ചാൽ വർക്കിംഗ് നോട്ട് നമ്പർ 2 എന്നൊക്കെ നോട്ട് ചെയ്യും. ഓക്കെ, ഇത് വർക്കിംഗ് നോട്ട് നമ്പർ 2, നേരത്തെ വണ്ണാട്ടാ. ഓക്കെ, ദാറ്റ്സ് ഓൾ. സിമ്പിൾ സാധനം. ദെൻ അടുത്ത ഐറ്റത്തിലേക്ക് പോകും. എവിടെത്തി? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കഴിഞ്ഞു. ഇനി അടുത്ത് അഡ്വർടൈസ്മെൻ്റ് ആണ്. എങ്ങനെ കഥ? അഡ്വർടൈസ്മെൻറ്റ് 1800 അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാണുന്നത്. ഇവിടെ ആക്ച്വലി പേയ്മെൻറ്റ് നടത്തിയ എമൗണ്ട് എത്രയാണ്? 1600. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റ് 1600 ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു വർക്കിംഗ് നോട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. ഓക്കെ, വർക്കിംഗ് നോട്ട് നമ്പർ ഏതാ? 3. ഇതൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നെയാണെന്ന് കണ്ട് സങ്കല്പിക്കുക. അതിലേത് സൈഡ്? എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്തെഴുതണം? 2 അഡ്വർടൈസ്മെൻറ്റ് എഴുതണം. അഡ്വർടൈസ്മെൻറ്റ് ആദ്യം പെയ്ഡാണ് എഴുതാം. ഓക്കെ അല്ലേ? പെയ്ഡ് നമുക്കറിയില്ല. ദെൻ പിന്നെ അല്ല, പെയ്ഡ് അറിയാമല്ലോ അല്ലേ? അഡ്വർടൈസ്മെൻറ്റ് പെയ്ഡ് അറിയാം, 1800. ഓക്കെ, സോറി. പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 1600 കാണിച്ചുള്ളത്. അപ്പോൾ ഇവിടെ വന്ന 1600 ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെന്താവും സംഭവം? ഇൻകം ആൻഡ് ആക്ച്വൽ അഡ്വർടൈസ്മെൻറ്റ് എമൗണ്ട് 1800 പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇക്കൊല്ലത്തെ എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്ന 1600 ഉള്ളൂ. അപ്പോൾ 1800-ൽ 1600 ലെസ് ചെയ്താൽ ബാക്കി 200 കഴിഞ്ഞ കൊല്ലത്തെ എന്തായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ മൈനസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെൻറ്റ്. സൂപ്പർ സാധനമല്ലേ? കണ്ട, മനസ്സിലായില്ലേ? ഇനി ഇങ്ങനെ ആലോചിച്ചൊക്കെ 1800 കൊടുത്തു, അതിൽ 200 കഴിഞ്ഞ കൊല്ലത്തെയാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഇത് എന്ത് ചെയ്യണം? അത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് കിട്ടുന്ന 1600 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാണിക്കുന്നുള്ളൂ. ഇത് രണ്ടും വെച്ചാണ് ഈ 1800 നമുക്ക് ഈ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടി? റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് കിട്ടി. ഈ 1600-ൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കിട്ടി. റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ക്യാഷ് ബേസാണ്, ഇതേതാണ്? അക്രൂവൽ ബേസാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ ക്യാഷ് കൊടുത്ത മൊത്തം എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ 1600 ഇക്കൊല്ലത്തെ മാത്രം മതി. അപ്പോൾ ഈ 200 രൂപ കഴിഞ്ഞ കൊല്ലത്തെ ആയതുകൊണ്ട് അത് എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ കാണേണ്ട സാധനം എത്രയാണ്? 200 മാത്രമേ ഉള്ളൂ. നേരെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോയിട്ട് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. എത്ര എമൗണ്ട്? 200. ഓക്കെ, അപ്പോൾ വർക്കിംഗ് നോട്ട് എഴുതാൻ മറക്കരുത്. വർക്കിംഗ് നോട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കഴിയാൻ പോകണം നമ്മൾ. ഇനി അടുത്ത് ഓഡിറ്റ് ഫീ ആണ് 500 രൂപ. ഓക്കെ, ഓഡിറ്റ് ഫീ പെയ്ഡ് എത്രയാണ്? 500 രൂപ. സോറി, ഓഡിറ്റ് ഫീ പെയ്ഡ് ഇവിടെ ഉണ്ടല്ലോ.
ഓഡിറ്റ് ഫീ പെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. ആഹാ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ഈ ഓഡിറ്റ് ഫീ 500 രൂപ മൊത്തം എന്തായിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പോൾ ക്ലോസിങ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് എത്ര കാണിച്ചാൽ മതി? 500 കാണിച്ചാൽ മതി. സൂപ്പർ സാധനം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഇവിടെ 500 കാണിച്ചിട്ടുണ്ട്, പക്ഷേ ആക്ച്വൽ പേയ്മെൻറ്റിൽ ഓഡിറ്റ് ഫീ കാണുന്നില്ല. കണ്ട പേയ്മെൻറ്റ് സൈഡിൽ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? ആക്ച്വലി ഓഡിറ്റ് ഫീ കൊടുക്കാനുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തത് കൊണ്ട്, ആക്ച്വൽ പേയ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് റിസിപ്റ്റ് പേയ്മെൻറ്റിൽ ഇല്ല. പക്ഷേ ഇതൊരു എക്സ്പെൻഡിച്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്ന് വിചാരിക്കുക. ടു ഓഡിറ്റ് ഫീസ് പെയ്ഡ് നില്ല ആഡ് ഏതാണ്, അക്രൂഡ് ഓഡിറ്റ് ഫീ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം, 500. അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്, 1500. ഓക്കെ അല്ലേ? അപ്പോൾ ഓഡിറ്റ് ഫീ അക്രൂഡ് മാത്രം നമ്മൾ എന്ത് ചെയ്യും, നേരെ കൊണ്ടുപോയിട്ട് എഴുതും. ക്ലോസിങ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീ അല്ലെങ്കിൽ അക്രൂഡ് എന്നൊക്കെ ഒരു മീനിങ് ആണ്, 500. ദെൻ അടുത്തത് ഫയർ ഇൻഷുറൻസ് 1200 പെയ്ഡ്. പക്ഷേ എക്സ്പെൻസ് എത്ര ആയിട്ടുള്ളൂ, 1000 ഉള്ളൂ. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് പ്രീപെയ്ഡ് ഉണ്ടാവും അല്ലേ? ശരിക്കും കൊല്ലത്തെ ഇൻഷുറൻസ് എമൗണ്ട് 1000 ഉള്ളൂ, പക്ഷേ ആക്ച്വലി എത്ര പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, 1200. അപ്പോൾ ഇവിടെ എങ്ങനെ ഇത് വരുന്നുണ്ടാവുക, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും, 1200 മൈനസ് പ്രീപെയ്ഡ് എത്രയാണ്, 200. അങ്ങനെയാണ് എത്ര വന്നിട്ടുള്ളത്, 1000 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 200 രൂപ നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രീപെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അസറ്റ് സൈഡിൽ ക്ലോസിങ് ബാലൻസ് ഷീറ്റിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് 200 രൂപ. ഓക്കെ, ഇനി ഒരു ഐറ്റം ഏതാ, ഡിപ്രീസിയേഷൻ നമ്മളിപ്പോൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ബാലൻസ് ഷീറ്റിൽ എവിടെയും ഡിപ്രീസിയേഷൻ എടുക്കില്ല. ഓക്കെ, യെസ്, എടുക്കില്ല എന്ന് വെച്ചാൽ അസറ്റ് കാണുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, കുറച്ച് കാണിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് അസറ്റ് ചെയ്യുമ്പോൾ ചെയ്യാം. പിന്നെ ഇനി വരുന്നത് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇത് നമ്മൾ എന്താ പറയുക, സർപ്ലസ് എന്നാണ് പറയുക. ഈ സർപ്ലസ് നമുക്ക് കൊണ്ട് എടുക്കണം അല്ലേ? എവിടെ എടുക്കണം സർപ്ലസ്? അതിൻ്റെ മുന്നേ ഇവിടെ ഒരു സാധനമുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ് പറഞ്ഞിട്ട് 20,000 ഉണ്ട്. അത് നമ്മുടെ അസറ്റ് അല്ലേ? അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, അസറ്റിൽ എഴുതണം. അത് ക്ലോസിങ് ബാലൻസ് ഷീറ്റ് എന്തിനാണ്, നമ്മുടെ അസറ്റാണ്. അപ്പോൾ ഈ രണ്ട് സാധനം നമുക്ക് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കാം. ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടാ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000. അതേപോലെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ് 7,600. ഓക്കെ, ഇനി നമ്മുടെ സർപ്ലസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സർപ്ലസും കൂടെ തീരുമാനമാക്കാം. സർപ്ലസ് എങ്ങനെയാണ്, ക്യാപിറ്റൽ ഫണ്ട് കാണും. ഈ ക്യാപിറ്റൽ ഫണ്ട് എവിടെ നിന്നാണ് കിട്ടുക, മുകളിലത്തെ ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്താൽ ബാലൻസിങ് ഫിഗർ എന്തായിരിക്കും, ക്യാപിറ്റൽ ഫണ്ടായിരിക്കും. അത് നമ്മൾ കാണണം. എന്തായാലും കുറച്ചുകൂടി ഇൻഫർമേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ആ ക്യാപിറ്റൽ ഫണ്ട് കിട്ടി, അതിൻ്റെ കൂടെ നമ്മൾ സർപ്ലസ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ആ സർപ്ലസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 18,160 എന്ന് പറഞ്ഞിട്ട് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. അതിൻ്റെ മീനിങ് എന്താ, എക്സസ് ഓഫ് ഇൻകം, കൂടുതലുള്ള ഇൻകം, ഓവർ എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലുള്ള ഇൻകം, അതാണെന്ത്, സർപ്ലസ്. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള റിസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിലെ എല്ലാ ഐറ്റംസും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെയും എല്ലാ ഏരിയയും കൺസിഡർ ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും, തെറ്റിയെ പഠിച്ചോളും, അത്ര തന്നെ. ഇനി നമുക്ക് കുറച്ച് അസറ്റുകളുണ്ട്. ഇവിടെ ഓപ്പണിങ്ങിൽ ബിൽഡിങ് 44,000, ക്രിക്കറ്റ് ഇക്വിപ്മെൻറ്റ് 25,000, ഫർണിച്ചറിൻ്റെ എമൗണ്ട് ഇല്ല, 4,000. ഇതിനൊക്കെ ഡിപ്രീസിയേഷൻ ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ എത്രയുണ്ട് ഡിപ്രീസിയേഷൻ, 5%. ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടെ. ഇനി ഒക്കെ ഒരുമിച്ചുകൊണ്ട് ചെയ്യുള്ളൂ. ക്രിക്കറ്റിൻ്റെ ഇക്വിപ്മെൻറ്റ് 25,000-ൻ്റെ എത്ര ശതമാനം, 10%. ഫർണിച്ചറിൻ്റെ എത്ര ശതമാനം, 6%. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാൻ പോണ്. ഇതൊക്കെ ഓപ്പണിങ്ങിലൂടെ ഉണ്ട്. ഓപ്പണിങ്ങിൽ ഡിപ്രീസിയേഷൻ കുറയ്ക്കാതെ എഴുതാം അല്ലേ? ഏതൊക്കെ ഐറ്റംസ് ഉള്ളത്, ബിൽഡിങ് എമൗണ്ട് 44,000. ദെൻ അടുത്ത ഐറ്റം ഏതാണ്,
ക്രിക്കറ്റ് ഇക്വിപ്മെൻറ്റ് അസറ്റാണ്, ഫിക്സഡ് അസറ്റാണ് 25,000. ദെൻ ഒരു ഫേർണിച്ചർ ഉണ്ട്, എത്ര എമൗണ്ട് 4,000. മക്കൾ ഇതൊക്കെ ഇനി നമ്മൾ എവിടെ എഴുതും? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് എഴുതും. അപ്പോൾ ഓരോന്ന് പറയാണ്. ബിൽഡിങ്ങിന് 44,000 ആണ്. ഇതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞ എത്രയാണ്? 5% ഡിപ്രീസിയേഷനാണ്. അപ്പോൾ 44,000-ൻ്റെ 5%, 2,200 രൂപ വരും. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 41,800 വരും. ഈ ഡിപ്രീസിയേഷൻ ഒന്ന് നോട്ട് ചെയ്യണം, നമുക്കൊരു മാച്ചിങ് ചെയ്യാൻ പറ്റും. അടുത്ത ഏതാണ്? ക്രിക്കറ്റ് ഇക്വിപ്മെൻ്റ് ആണ്. അതിൻ്റെ എമൗണ്ട് പറഞ്ഞത് എത്രയാണ്? 25,000 ആണ്. മൈനസ് ഡിപ്രീസിയേഷൻ പറഞ്ഞത് 10%. അപ്പോൾ എത്ര വരും? 2,500. കാൽക്കുലേറ്റർ ഒന്നും എടുക്കേണ്ട, അല്ലാതെ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 22,500 വരും. ഓക്കെ. ദെൻ അടുത്തായിട്ട് ഏതായിരുന്നു? ഫേർണിച്ചറായിരുന്നു. ഫർണിച്ചറിൻ്റെ എമൗണ്ട് 4,000 ആണ്. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 6% ഡിപ്രീസിയേഷനാണ്. 4,000-ൻ്റെ 6% 240 വരും. 240 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 3,760 വരും. സിമ്പിൾ. ഓക്കെ അല്ലേ? ഇനി ഈ ഡിപ്രീസിയേഷൻ മൊത്തം ഒന്ന് കാൽക്കുലേറ്റർ ആഡ് ചെയ്ത് നോക്ക്. 2,200 പ്ലസ് 2,500 പ്ലസ് 240. അപ്പോൾ എത്ര വരും? ടോട്ടൽ ഡിപ്രീസിയേഷൻ വരുന്നുണ്ടാവും. മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നില്ലേ? 4940. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു രസം കാണിച്ചു തരാം. 4940. ഇവിടെ ഡിപ്രീസിയേഷൻ കണ്ടില്ലേ? ദിസ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ആ ഡിപ്രീസിയേഷനാണ്. ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ അതൊക്കെ തന്നില്ലേ. നമ്മുടെ അടുത്ത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ വേറെ വല്ല ഐറ്റം ഉണ്ടോ നമ്മൾ വിട്ടുപോയത്? ഇല്ലെന്ന് വിശ്വസിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പോൾ 4,200, 1,600, 44,000, 24,000, 4,000, 78,800 എവിടെ വരും? ഡെബിറ്റിൽ വരും. അസറ്റിൽ വരും. 78,800. അത് ഡെബിറ്റ് തന്നെയാണ്, അസറ്റൊക്കെ ഡെബിറ്റ് ആണല്ലോ. മൈനസ് എത്ര? ഒരു 600-ഉം 200 ലെസ് ചെയ്താൽ കിട്ടുന്ന 78,000 ആണ് നാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് തൊട്ടടുത്ത ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഓക്കെ അല്ലേ? ഇത് ഇന്നർ കോളത്തിൽ എഴുതണം. 78,000 പിന്നെ 18,160. ഓക്കെ. ജസ്റ്റ് ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് അല്ല ചെയ്യാം. 18,160. അപ്പോൾ എത്ര വരും? 96,160 പ്ലസ് 400 പ്ലസ് 500 പ്ലസ് 400 പ്ലസ് 500. അങ്ങനെ ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടലായി എനിക്ക് കിട്ടിയിട്ടുള്ളത് 97,960 ആണ്. ഇവിടെ 97,960 കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നോക്കാം. 500 പ്ലസ് 600 പ്ലസ് 1,000 പ്ലസ് 20,000, 7,600, 41,800, 22,500, 3,760. ഓക്കെ. അവിടെയും കിട്ടിയിട്ടുണ്ട് 97,960. ദാറ്റ്സ് ഓൾ. ഓക്കെ. ബൈ.